അപ്പോൾ ബിസിനസ്സുകാരൻ നിങ്ങളോടാന്ന് പറയുന്നത്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരോടാണ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയും നിങ്ങൾ പലരും ബിസിനസ്സുകാരല്ല എന്നുള്ള സാധനം. നിങ്ങൾ പലരും ഇതാണ് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മേലെ വരുന്നത് ജോബാണ്. ഇത് മറ്റേ മാർക്കർ നിർത്തില്ലോ. ഇതിൻ്റെ മേലെ വരുന്നത് ജോബാണ്. ജോബ് കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെന്റ്, അത് കഴിഞ്ഞാൽ ബിസിനസ്. പക്ഷേ പലർക്കും ഈ സാധനം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. ജോബ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും പറയുക. ശരിക്കും അങ്ങനെയല്ല. ജോബ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ പോയിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തു കൊടുക്കുന്ന കാര്യം, ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നു, അതാണ് ജോബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ല നിങ്ങളിൽ പലരും ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കുറച്ചധികം വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലി, സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ മെന്റലിസത്തിന്റെ കോഴ്സ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടായിരുന്നു. ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു, ആ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു മാസം ഓഫീസിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കോഴ്സുകൾ ഇങ്ങനെ എൻ്റെ പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ടിരിക്കും, എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എനിക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് അത് ബിസിനസ്സായി, അത് കൺവേർട്ടഡ് ഇൻ ടു ബിസിനസ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടൂല. നമുക്ക് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കും, നമ്മൾ സാധനം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്നു, ആൾക്കാർ വാങ്ങുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു. അത് ചിലപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സർവീസ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നു, നമുക്ക് പൈസ കൊണ്ടിരിക്കും. ഒരാഴ്ച നമ്മൾ പനി പിടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇല്ല, ഇത് നിന്ന് പോകും. ഒരാഴ്ച നമുക്ക് പനി പിടിച്ച് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാതിരുന്നാൽ ഈ സാധനം നിന്നു പോകും. പക്ഷേ ബിസിനസ് എന്ന് പറയുന്ന സാധനം ഈസ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ persons, it's depended on system. ബിസിനസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. നമ്മളിപ്പോൾ കുറേ ദിവസം എവിടെയും പോകാതെ വീട്ടിലിരുന്നാൽ പോലും ഈ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പോകണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് മോണിറ്റർ ചെയ്യേ വേണ്ടുള്ളൂ. ഇതൊന്ന് മോണിറ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈക്കോളജിക്കലി ആയിരിക്കണം ഇത് ചെയ്തിരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ സൈക്കോളജി എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.